നമസ്കാരം. സെൻറ്റർ റേറ്റിംഗ് ചാനലിലേക്ക് സ്വാഗതം. 2024 പൊതു തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള വിശകലന പരമ്പരയിലെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ 1999 വരെയുള്ള തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചിരുന്നു. ഇന്ന് നമ്മൾ വിശദമായി നോക്കുന്നത് 2004 തിരഞ്ഞെടുപ്പ് ഫലവും അതിലേക്ക് നയിച്ച കാരണങ്ങളുമാണ്. 2004 തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുണ്ടായ സാഹചര്യങ്ങളും 2024 തിരഞ്ഞെടുപ്പ് സാഹചര്യവും തമ്മിൽ പല സാമ്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാധ്യമ ചർച്ചകളിലും വിശകലനങ്ങളിലുമൊക്കെ 2024 തിരഞ്ഞെടുപ്പിൽ 2004 ആവർത്തിക്കും, പ്രതിപക്ഷ മുന്നണി അത്ഭുതങ്ങൾ കാട്ടും എന്നൊക്കെ നമ്മുടെ പ്രതിപക്ഷ പാർട്ടി നേതാക്കളും കൂടാതെ പല മാധ്യമ പ്രവർത്തകരും തിരഞ്ഞെടുപ്പ് വിശകലനന്മാരുമൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറുവശത്ത് BJPയെ കാലങ്ങളായി പിന്തുണയ്ക്കുന്ന പലർക്കും ഇന്നും ഒരു പേടി സ്വപ്നമാണ് 2004 തിരഞ്ഞെടുപ്പ് ഫലം. BJPയുടെ അനുഭാവികളുടെ ഇടയിൽ നടക്കുന്ന ചർച്ചകളും മറ്റും വീക്ഷിക്കുമ്പോൾ ഇപ്പോഴും ആ ഒരു തിരിച്ചടി അവരെ വിടാതെ പിന്തുടരുന്നതായി കാണാം. അപ്പോൾ 2004 എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്, എന്തൊക്കെ കാരണങ്ങളായിരുന്നു അതിൻ്റെ പിന്നിൽ എന്നൊക്കെ നമുക്ക് ഇന്ന് പരിശോധിക്കാം. 1999 അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിൽ അധികാരത്തിലെത്തിയ ദേശീയ ജനാധിപത്യ സർക്കാർ അന്ന് കാലാവധി പൂർത്തിയാക്കുന്നതിന് ഏകദേശം 6 മാസത്തോളം ബാക്കി നിൽക്കെ തുടർഭരണം ഉറപ്പാണ് എന്നുള്ള കണക്കുകൂട്ടലിൽ സർക്കാരിനെ പിരിച്ചുവിട്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ടിരുന്നു. 2003 ഡിസംബർ മാസത്തിൽ ഹിന്ദി ഹൃദയഭൂമിയിലെ സംസ്ഥാനങ്ങളിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ BJP മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളിൽ നടത്തിയ വലിയ മുന്നേറ്റമാണ് ഇങ്ങനെ ഒരു ചർച്ചകളിലേക്കും അവസാനം നേരത്തെ തിരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനത്തിലേക്കും നയിച്ചത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ 2023 ഡിസംബറിൽ നടന്ന തിരഞ്ഞെടുപ്പിലും BJP ഇതേ സംസ്ഥാനങ്ങളിൽ അന്നത്തെ പോലെ തന്നെ മികച്ച വിജയം നേടി. 2003-ലും 2004-ലുമായി തിരഞ്ഞെടുപ്പിന് മുന്നേ പുറത്തുവന്ന അഭിപ്രായ സർവേകളെല്ലാം തന്നെ വാജ്പേയിയുടെ വലിയ ജനപിന്തുണയിൽ ദേശീയ ജനാധിപത്യ സഖ്യം തിരിച്ചുവരും എന്ന് പ്രവചിച്ചിരുന്നു. പ്രതിപക്ഷ നിരയിലുള്ള ഏകോപനമില്ലായ്മയും നേതൃത്വമില്ലായ്മയും ഒക്കെ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കാര്യങ്ങൾ എളുപ്പമാക്കും എന്നതായിരുന്നു പൊതുവെയുള്ള ഒരു ധാരണയും വിശ്വാസവും. നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യം പരിശോധിച്ചാൽ, അതായത് 2024-ലും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ എതിരാളികളെ നിഷ്പ്രഭമാക്കി BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും അധികാരത്തിൽ വീണ്ടും വരും എന്നാണ് എല്ലാ അഭിപ്രായ സർവേകളും പ്രവചിക്കുന്നത്. കൂടാതെ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രവർത്തകർ ഒഴിച്ച് പൊതുവെ ആളുകളെല്ലാവരും അങ്ങനെ ഒരു സാധ്യത മാത്രമാണ് മുൻപിൽ കാണുന്നത്. 2004-ൽ ഭാരതം തങ്ങളുടെ ഭരണത്തിന് കീഴിൽ നേടിയ സാമ്പത്തിക പുരോഗതിയുടെ പേരിൽ ഇന്ത്യ തിളങ്ങുന്നു, അഥവാ ഇന്ത്യ ഷൈനിങ് എന്ന ടാഗ് ലൈനിലായിരുന്നു BJPയുടെയും ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെയും തിരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നേറിയത്. 2024-ലും ഭാരതത്തിൻ്റെ സാമ്പത്തിക വളർച്ചയും ലോകരാജ്യങ്ങളുടെ ഇടയിലുണ്ടായ ഉയർന്ന സ്ഥാനവുമൊക്കെ പ്രചാരണത്തിൽ മുൻപോട്ട് വയ്ക്കുകയാണ് BJPയും ദേശീയ ജനാധിപത്യ സഖ്യവും. ഈ പറഞ്ഞ സമാനമായ സാഹചര്യങ്ങളാണ് പലരെയും 2024-ൽ 2004 ആവർത്തിക്കും എന്നുള്ള ഒരു പ്രചാരണം അല്ലെങ്കിൽ ഒരു ആശയം മുൻപോട്ട് വയ്ക്കാൻ പ്രേരണയാകുന്നത്. എന്നാൽ ഇത് എത്രമാത്രം പ്രസക്തമാണ്, ഇങ്ങനെ ഒരു പ്രചാരണം എത്രത്തോളം സാർത്ഥകമാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. അതിലേക്കായി നമുക്ക് ആദ്യം 2004-ലെ ഫലം ഒന്ന് പരിശോധിക്കാം. 1999-ലെ തിരഞ്ഞെടുപ്പിൽ 182 സീറ്റുകളുമായി ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ BJPക്ക് 2004-ലെ ഫലം വന്നപ്പോൾ 138 സീറ്റുകൾ മാത്രമാണ് നേടാനായത്. 145 സീറ്റ് നേടിയ കോൺഗ്രസ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. അഭിപ്രായ സർവേകളുടെയും എക്സിറ്റ് പോളുകളുടെയും ഒക്കെ തന്നെ ഫലപ്രഖ്യാപനങ്ങളെ പാടെ തെറ്റിച്ചുകൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് വെറും 181 സീറ്റുകളിൽ ഒതുങ്ങേണ്ടി വന്നു. കേവല ഭൂരിപക്ഷത്തിന് ഏകദേശം 100ഓളം സീറ്റുകളുടെ കുറവ്, കൃത്യമായി പറഞ്ഞാൽ 91 സീറ്റുകളുടെ കുറവ്. ഇനി പ്രതിപക്ഷ ചേരിയുടെ പ്രകടനം പരിശോധിച്ചാൽ അത്രയും നാളത്തെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യമായി കോൺഗ്രസ് ദേശീയ തലത്തിൽ ഒരു സഖ്യമുണ്ടാക്കി മത്സരിക്കാൻ സന്നദ്ധമാവുകയും അതിൽ വിജയിക്കുകയും ചെയ്തു എന്ന് കാണാം. കേരളത്തിലും തമിഴ്നാട്ടിലും മാത്രമാണ് ദേശീയ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടി സഖ്യം ഉണ്ടാക്കി മത്സരിച്ചിരുന്നത്. മറ്റൊരു പ്രകടമായ മാറ്റം ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ 1990-കളിലെ തിരഞ്ഞെടുപ്പുകളിൽ നിന്നും വ്യത്യസ്തമായി മൂന്നാം മുന്നണി എന്ന നിലയിലുള്ള കാര്യമായ ശ്രമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. മൂന്നാം മുന്നണിക്ക് എല്ലാ കാലത്തും മുൻപിട്ടിറങ്ങിയിരുന്ന ഇടതു പാർട്ടികൾ അവരുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന കേരളം, ബംഗാൾ, ത്രിപുര സംസ്ഥാനങ്ങളിലൊഴികെ ബീഹാർ, പഞ്ചാബ്, ആന്ധ്ര, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുമായും മറ്റ് BJP വിരുദ്ധ പാർട്ടികളുമായും സീറ്റ് ധാരണയിലാണ് മത്സരിച്ചത്. ഇതോടെ പല സംസ്ഥാനങ്ങളിലും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് എതിരായി വോട്ടുകളെ ഏകീകരിക്കുവാൻ കോൺഗ്രസിനും മറ്റ് പ്രതിപക്ഷ പാർട്ടികൾക്കും സാധിച്ചു. തിരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം കോൺഗ്രസിന് UPA എന്ന മുന്നണി സംവിധാനം രൂപീകരിക്കാൻ സാധിച്ചു. 218 സീറ്റുകളിൽ വിജയിച്ച മുന്നണിക്ക് മറ്റു പാർട്ടികളുടെ പിന്തുണ ആർജിക്കാനും സാധിച്ചതോടെ സർക്കാർ രൂപീകരണം എളുപ്പമായി. ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ ഇടതു പാർട്ടികൾ 60 സീറ്റുകളിലധികം നേടി. ഇടതു പാർട്ടികളും സമാജ്വാദി പാർട്ടി, ബഹുജൻ സമാജ്വാദി പാർട്ടിയും പിന്തുണ നൽകിയതോടെ കോൺഗ്രസിന് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിച്ചു.
ഇനി നമുക്ക് ഇങ്ങനെ ഒരു ഫലത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. ഈ അവലോകനത്തിനായി നമുക്ക് കുറച്ചു കാലം പുറകോട്ട് പോകേണ്ടി വരും. 1984 രൂപീകൃതമായ BJP രാമജന്മഭൂമി പ്രക്ഷോഭത്തിൻ്റെയും ദേശീയതയിലൂന്നിയ പ്രചാരണങ്ങളുടെയും പിൻബലത്തിൽ 1990കളിൽ കുത്തനെയുള്ള വളർച്ച നേടുകയുണ്ടായി. 1984 2 സീറ്റും 7.5% വോട്ടും ഉണ്ടായിരുന്ന BJP 98 നടന്ന തിരഞ്ഞെടുപ്പിൽ 25.6% വോട്ടും 182 സീറ്റും നേടി. ഇവിടെ കാണുന്ന ചാർട്ട് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. 1984 48% വോട്ടും 415 സീറ്റും ഉണ്ടായിരുന്ന കോൺഗ്രസ് 98 തിരഞ്ഞെടുപ്പായപ്പോൾ 25.8% വോട്ടും 141 സീറ്റുമായി ചുരുങ്ങി. ആ തിരഞ്ഞെടുപ്പിലും BJPക്ക് എന്നാൽ കോൺഗ്രസിനേക്കാളും വോട്ട് ശതമാനത്തിൽ തൊട്ടു പിന്നിലെത്താൻ മാത്രമേ സാധിച്ചിരുന്നുള്ളൂ. ഇതിൻ്റെ കാരണം എന്താണ് എന്ന് വെച്ചാൽ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷിയാണെങ്കിലും ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളിലോ അല്ലെങ്കിൽ എല്ലാ മേഖലകളിലോ ഭാഗങ്ങളിലോ BJPക്ക് കാര്യമായ ശക്തി ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടായിരുന്നു. തങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളിൽ വളരെ വലിയ വിജയങ്ങൾ നേടാനാകുന്നുണ്ടെങ്കിലും കാര്യമായ ഒരു സാന്നിധ്യം എല്ലാ പ്രദേശങ്ങളിലുമുള്ള ഒരവസ്ഥ BJPക്ക് ഉണ്ടായിരുന്നില്ല. ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞാൽ BJPയുടെ 182 സീറ്റിൽ 57 സീറ്റുകളും അവിഭക്ത ഉത്തർപ്രദേശിൽ നിന്നായിരുന്നു. അതായത് ആകെയുള്ള 85 സീറ്റിൽ 57 BJPക്ക് ലഭിച്ചു. മധ്യപ്രദേശിലെ 40ൽ 30 സീറ്റും ബീഹാറിൽ നിന്ന് സഖ്യത്തിൻ്റെ കൂടെ 20 സീറ്റും നേടിയ BJPക്ക് ഗുജറാത്തിൽ നിന്ന് 26ൽ 19 സീറ്റും വിജയിക്കാനായി. അതായത് ആകെ ലഭിച്ച 182 സീറ്റുകളിൽ 126 സീറ്റുകളും അഥവാ ജയിച്ച സീറ്റുകളിൽ 2 സീറ്റുകളിലധികവും ഈ 4 സംസ്ഥാനങ്ങളിൽ നിന്നും ആണ് BJPക്ക് ലഭിച്ചത്. പിന്നീട് BJPക്ക് ഏറ്റവും അധികം സീറ്റുകൾ ലഭിച്ചത് കർണാടകയിൽ നിന്നുമാണ്. അവിടെ 13 സീറ്റുകളിൽ BJPക്ക് ജയിക്കാനായി. ഡൽഹിയിലെ 7 സീറ്റുകളിൽ 6 സീറ്റും ജയിച്ച BJPക്ക് ഈ 6 സംസ്ഥാനങ്ങളെ മാത്രം ഉൾക്കൊള്ളിച്ചാൽ 145 സീറ്റുകൾ നേടിയതായി കാണാൻ സാധിക്കും. ബാക്കിയുള്ള എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും 37 സീറ്റുകൾ മാത്രമാണ് BJPക്ക് ജയിക്കാനായത്. മേഖല തിരിച്ച് ഇത് നോക്കിയാൽ BJPയുടെ ബഹുഭൂരിപക്ഷം സീറ്റുകളും വടക്കേ ഇന്ത്യ ഉൾപ്പെടുന്ന ഹിന്ദി ഹൃദയഭൂമി, പിന്നെ ഗുജറാത്ത്, കർണാടകം എന്നിവിടങ്ങളിൽ നിന്നുമാണെന്ന് കാണാം. കർണാടകം ഒഴിച്ചുള്ള മറ്റ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ അവിഭക്ത ആന്ധ്രാപ്രദേശിൽ മാത്രമാണ് അല്പമെങ്കിലും സ്വന്തം നിലയിൽ നിന്നാൽ വിജയിക്കാനുള്ള ശക്തിയുണ്ടായിരുന്നത്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും പശ്ചിമ ബംഗാളിലും നാമമാത്രമായ സാന്നിധ്യം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. ഈ ഒരു ബലഹീനത സ്വയം തിരിച്ചറിഞ്ഞ BJP 99 തിരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ തങ്ങൾക്ക് സ്വാധീനം കുറഞ്ഞ മേഖലകളിൽ സഖ്യകക്ഷികളെ കൂടെ കൂട്ടി ഇതിനെ മറികടക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. 96ലും 98ലും സർക്കാർ രൂപീകരിക്കാൻ സാധിച്ച BJPക്ക് എന്നാൽ യഥാക്രമം 13 ദിവസവും 13 മാസവും മാത്രമേ ആ സർക്കാരുകളെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചിരുന്നുള്ളൂ. വർഗീയ പാർട്ടി എന്ന ലേബലിൽ മറ്റു പാർട്ടികളിൽ അകറ്റി നിർത്തിയിരുന്ന BJPക്ക് അതുകൊണ്ട് തന്നെ വിപുലമായ ഒരു സ്വീകാര്യതയ്ക്ക് വേണ്ടി കഠിനമായ ശ്രമം നടത്തേണ്ടി വന്നു. ഇതിനായി BJP തങ്ങളുടെ സ്വയം വളർച്ചയെ തന്നെ ബലികഴിച്ച് മറ്റു പ്രാദേശിക പാർട്ടികളുമായി സഖ്യത്തിലേർപ്പെടാൻ നിർബന്ധിതരായി. ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവിഭക്ത ആന്ധ്രാപ്രദേശിൽ സംഭവിച്ചത്. 96ൽ 5.6% വോട്ട് ലഭിച്ച BJPക്ക് 98ലെ തിരഞ്ഞെടുപ്പിൽ 4 സീറ്റുകളിൽ ജയിക്കാനും തങ്ങളുടെ വോട്ട് ശതമാനം 18.3% ഉയർത്താനും സാധിച്ചു. സഖ്യകക്ഷിയായിരുന്ന NTR തെലുഗുദേശം പാർട്ടി ലക്ഷ്മി പാർവതി വിഭാഗത്തിന് ലഭിച്ച വോട്ടുകൾ കൂടി കൂട്ടിയാൽ ഏകദേശം 20% വോട്ടും ഈ മുന്നണിക്ക് ലഭിച്ചിരുന്നു. എന്നാൽ 99ൽ BJP ആന്ധ്രയിൽ ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുഗുദേശം പാർട്ടിയുമായി ചേർന്നാണ് മത്സരിച്ചത്. സഖ്യത്തിൻ്റെ ഭാഗമായി 8 സീറ്റിൽ മത്സരിച്ച് 7 സീറ്റുകളിൽ ജയിച്ച BJPക്ക് 10% താഴെ വോട്ടുകളും നേടാനായി. സീറ്റുകളുടെ എണ്ണത്തിൽ ആന്ധ്രയിലെ സീറ്റുകൾ മുന്നണിയായി തൂത്തുവരാൻ സാധിച്ചെങ്കിലും BJPക്ക് അവരുടെ സ്വന്തം വളർച്ച ബലികഴിച്ച് TDPയുടെ ആശ്രിതത്തിൽ ആന്ധ്ര രാഷ്ട്രീയത്തിൽ പിന്നണിയിലേക്ക് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും മഹാരാഷ്ട്രയിലും ബീഹാറിലും ഇതേപോലെ സഖ്യകക്ഷികളുടെ പിൻബലത്തിൽ മാത്രമാണ് BJPക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നത്. അതിൽ ബീഹാറിലും മഹാരാഷ്ട്രയിലും എന്നാൽ സാമാന്യം ശക്തി അവർക്ക് ഉണ്ടായിരുന്നതാണ്. ഇതിനോടനുബന്ധിച്ചാണ് ഉത്തർപ്രദേശിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലുണ്ടായ മാറ്റങ്ങൾ BJPയെ പ്രതികൂലമായി ബാധിക്കാൻ ആരംഭിച്ചത്. 96ലെ സംസ്ഥാന തിരഞ്ഞെടുപ്പിന് ശേഷം ആർക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിക്കാത്ത സാഹചര്യത്തിൽ BJPയും മായാവതിയുടെ നേതൃത്വത്തിൽ BSPയും സഹകരിച്ച് ആദ്യം മായാവതി മുഖ്യമന്ത്രിയും പിന്നീട് 97ൽ BJPയിൽ നിന്നും കല്യാൺ സിംഗും മുഖ്യമന്ത്രിമാരായി. എന്നാൽ ഈ ഒരു സഖ്യം ആശയപരമായി BJPക്ക് പല വെല്ലുവിളികളും സൃഷ്ടിക്കുകയും കല്യാൺ സിംഗ് സർക്കാരിന് മായാവതി പിന്തുണ പിൻവലിക്കുന്ന സാഹചര്യവും ഉണ്ടായി. അതിനോടൊപ്പം കല്യാൺ സിംഗും BJPയുടെ കേന്ദ്ര നേതൃത്വവുമായി ഉണ്ടായ അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം തന്നെ കല്യാൺ സിംഗിനെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുന്ന നിലയിലേക്ക് എത്തുകയും കല്യാൺ സിംഗ് പാർട്ടി വിടുകയും മറ്റൊരു പാർട്ടി സ്ഥാപിക്കുകയും ചെയ്തു. ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഉത്തർപ്രദേശിൽ BJPയെ പ്രതികൂലമായി ബാധിക്കുകയും 98ൽ 57 സീറ്റുകളുണ്ടായിരുന്ന BJP 99ൽ 29 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്തു. ഇതൊക്കെയാണെങ്കിലും BJPക്ക് 99ലെ തിരഞ്ഞെടുപ്പിലും 98ലെ പോലെ തന്നെ 182 സീറ്റുകൾ നേടാനായി. ഉത്തർപ്രദേശിലുണ്ടായ കനത്ത നഷ്ടം രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും ഉണ്ടായ നേട്ടങ്ങൾ വെച്ച് നികത്താൻ BJPക്കായി.
എങ്കിലും സ്വന്തം സ്വാധീന മേഖലകളിൽ ഒഴിച്ച് പുതിയ മേഖലകളിലേക്കോ സംസ്ഥാനങ്ങളിലേക്കോ സ്വാധീനം വർദ്ധിപ്പിക്കാൻ BJPക്ക് സാധിച്ചിരുന്നില്ല. ഏറ്റവും വലിയ സംസ്ഥാനമായ ഉത്തർപ്രദേശിലാകട്ടെ ക്രമേണ ശക്തി കുറഞ്ഞ് BSPക്കും സമാജ്വാദി പാർട്ടിക്കും പിറകിലേക്ക് പോകുന്ന സാഹചര്യവും ഉണ്ടായി. ദക്ഷിണ ഭാരതത്തിൽ ആകെയുള്ള 130ഓളം സീറ്റുകളിൽ കർണാടകയിലെ 28 സീറ്റുകളിൽ മാത്രമാണ് BJPക്ക് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിക്കാനുള്ള സ്വാധീനം ഉണ്ടായിരുന്നുള്ളൂ. സമാനമായ അവസ്ഥയായിരുന്നു വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കിഴക്കൻ തീര സംസ്ഥാനങ്ങളായ പശ്ചിമ ബംഗാളും ഒറീസയിലും ഉണ്ടായിരുന്നത്. ഈ മേഖലയിൽ നിന്ന് ആകെ 88 സീറ്റുകളാണുള്ളത്. മറ്റു വലിയ സംസ്ഥാനങ്ങളായ ബീഹാറിലും മഹാരാഷ്ട്രയിലും BJP രണ്ടാമത്തെ സഖ്യകക്ഷിയായിരുന്നു. അതായത് ശിവസേനയുടെയും ജനതാദൾ യുണൈറ്റഡിൻ്റെയും ജൂനിയർ പാർട്ണറായിരുന്നു. ഇവിടങ്ങളിലൊക്കെ തന്നെ സഖ്യകക്ഷികളുടെ പ്രകടനത്തിൽ ആശ്രയിച്ചായിരുന്നു BJPയുടെയും ഭാഗധേയം നിശ്ചയിക്കപ്പെട്ടിരുന്നത്. 2004 തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ ഈ പറഞ്ഞ അടിസ്ഥാന പ്രശ്നങ്ങൾ BJPയെ അലട്ടിയിരുന്നു. പുതിയ മേഖലകളിലേക്ക് സ്വന്തം നിലയിൽ സംഘടനാപരമായി സ്വാധീനം വർദ്ധിപ്പിക്കാൻ അവർക്ക് ആയിരുന്നില്ല. എന്നാൽ പൊതുവെ വാജ്പേയി സർക്കാരിനുള്ള മെച്ചപ്പെട്ട പ്രതിച്ഛായയും സുസ്ഥിര ഭരണവും സർക്കാരിൻ്റെ വികസന നേട്ടവും വോട്ടാകും എന്ന കണക്കുകൂട്ടലിലാണ് ദേശീയ ജനാധിപത്യ സഖ്യവും BJPയും തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയത്. കൂടാതെ മുഖ്യ പ്രതിപക്ഷമായ കോൺഗ്രസിന് നേരിടേണ്ടി വന്നിരുന്ന സംഘടനാ നേതൃത്വ പ്രശ്നങ്ങളും കാര്യങ്ങൾ എളുപ്പമാക്കും എന്ന വിലയിരുത്തലുകളും ഉണ്ടായിരുന്നു. എന്നാൽ മുൻപ് സൂചിപ്പിച്ചിരുന്ന പോലെ കോൺഗ്രസ് ദേശീയ തലത്തിൽ സഖ്യ നീക്കങ്ങളും നീക്കുപോക്കുകളുമായി മുമ്പോട്ട് പോവുകയും ഇടതുപക്ഷവുമായി കേരളം, ബംഗാൾ, ത്രിപുര ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിൽ ധാരണയിൽ മത്സരിക്കാനും തീരുമാനിച്ചു. ഇടതു പാർട്ടികൾക്ക് അന്ന് സ്വന്തമായി ജയിക്കാനുള്ള വോട്ടുകളില്ലായിരുന്നെങ്കിലും രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും ഏറിയും കുറഞ്ഞുമുള്ള സ്വാധീനമുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ബീഹാറിലും ആന്ധ്രയിലും. ബീഹാറിലും ജാർഖണ്ഡിലും ലാലു പ്രസാദ് യാദവിൻ്റെ രാഷ്ട്രീയ ജനതാദളുമായും ഷിബു സോറൻ്റെ ജാർഖണ്ഡ് മുക്തി മോർച്ചയുമായും ഇടതു പാർട്ടികളുമായും ചേർന്ന് മത്സരിക്കാൻ കോൺഗ്രസിനായി. അതേപോലെ ആന്ധ്രയിൽ തെലങ്കാന രാഷ്ട്ര സമിതിയും CPMുമായി സഖ്യത്തിലാണ് കോൺഗ്രസ് മത്സരിച്ചത്. തമിഴ്നാട്ടിൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഭാഗമായിരുന്ന DMK കോൺഗ്രസും ഇടതു പാർട്ടികളുമായി ചേർന്ന് മത്സരിക്കുകയും ജയലളിതയുടെ അണ്ണാ DMK BJPയുമായി സഖ്യത്തിലാകുകയും ചെയ്തു. ഇതിനൊക്കെ പുറമെ 90കളിൽ BJPയുടെ അസാധാരണമായ വളർച്ചയ്ക്ക് കാരണമായ പ്രധാന വിഷയങ്ങളായിരുന്നു രാമജന്മഭൂമി പ്രക്ഷോഭം, ന്യൂനപക്ഷ പ്രീണനം, ജമ്മു കാശ്മീരിലെ വർദ്ധിച്ചു വന്ന തീവ്രവാദ പ്രവർത്തനങ്ങളും അതിനെതിരായി ദേശീയതയിലൂന്നി നടത്തിയിരുന്ന പ്രചാരണങ്ങളും. എന്നാൽ ഒരു സഖ്യ സർക്കാരിനെ നയിച്ചു കൊണ്ടുപോകാനായി BJPക്ക് ഈ വിഷയങ്ങളിലൊക്കെ ഒരു മെല്ലെപ്പോക്ക് നയമെടുക്കേണ്ടി വന്നു. ഇത് അവരുടെ വളർച്ചയുടെ വേഗം കുറയ്ക്കുകയും ഉത്തർപ്രദേശ്, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഹൈന്ദവ ദേശീയതയുടെ അടിസ്ഥാനത്തിലുള്ള ഏകീകരണത്തെക്കാളും ജാതി അടിസ്ഥാനത്തിലുള്ള ഏകീകരണങ്ങൾക്ക് വേഗം വയ്ക്കുകയും ചെയ്തു. ഇത് ഹിന്ദി ഹൃദയഭൂമിയിൽ BJPയെ പ്രതികൂലമായി ബാധിച്ച ഒരു ഘടകമാണ്. ഈ സാഹചര്യങ്ങളൊക്കെ തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചപ്പോൾ കോൺഗ്രസിനും സഖ്യകക്ഷികൾക്കും ബീഹാറിലും ജാർഖണ്ഡിലും ആന്ധ്രാപ്രദേശിലും തമിഴ്നാട്ടിലും വലിയ മുന്നേറ്റം നടത്താൻ സാധിച്ചു. മഹാരാഷ്ട്രയിലും NDAക്ക് ഒപ്പത്തിനൊപ്പം എത്താൻ അവർക്കായി. BJPയെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശിൽ വെറും 10 സീറ്റിൽ ഒതുങ്ങേണ്ടി വന്നു. കൂടാതെ ബീഹാറിലും ആന്ധ്രയിലും വൻ തകർച്ച നേരിട്ട ദേശീയ ജനാധിപത്യ സഖ്യം തമിഴ്നാട്ടിൽ ഒരു സീറ്റ് പോലും നേടിയില്ല. ഇനി നമുക്ക് നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം. 2024 ആവർത്തിക്കുമോ? നമ്മൾ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ 2004 അന്ന് BJPക്ക് പ്രതികൂലമായി നിന്ന സാഹചര്യങ്ങളൊന്നും തന്നെ നിലനിൽക്കുന്നില്ല എന്ന് കാണാം. 2024 തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ BJP ഭൂരിഭാഗം മണ്ഡലങ്ങളിലും സഖ്യകക്ഷികളെ ആശ്രയിച്ചല്ല നിലനിൽക്കുന്നതെന്ന് കാണാവുന്നതാണ്. എന്നാൽ 2004 വിപരീതമായി സഖ്യകക്ഷികൾ BJPയാണ് വിജയത്തിനായി കൂടുതലായി ആശ്രയിക്കുന്നത്. 2004 നിന്നും 2024 എത്തുമ്പോൾ BJPക്ക് ഹിന്ദി ഹൃദയഭൂമിക്ക് പുറമെ മറ്റു മേഖലകളിൽ കൂടി സ്വാധീനം വ്യാപിച്ചു എന്ന് കാണാം. 2004 ശക്തി കേന്ദ്രങ്ങൾക്ക് പുറമെ പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര, തെലങ്കാന, ഒഡീഷ, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ തന്നെ സ്വന്തം നിലയിൽ വിജയിക്കാനുള്ള പ്രാപ്തി BJP നേടിയിരിക്കുന്നു. മറ്റു മേഖലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ താരതമ്യേന ശക്തി കുറഞ്ഞ ദക്ഷിണ ഭാരതത്തിലും സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളും BJP കാര്യമായി നടത്തുന്നതായി കാണാം. ഇതിനൊക്കെ പുറമെ തങ്ങളുടെ പ്രധാന വാഗ്ദാനങ്ങളായ രാമക്ഷേത്രം, 370-ാം വകുപ്പ് റദ്ദാക്കൽ, ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വാഗ്ദാനങ്ങൾ ഒക്കെ തന്നെ പൂർത്തീകരിച്ചുകൊണ്ടാണ് BJP 2024 തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്നത്. 2004-ഉം 2024-ഉം പരിശോധിക്കുമ്പോൾ ആകെ ഒരു സാമ്യമായി നിലനിൽക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളുടെ നേതൃത്വത്തിൽ സഖ്യത്തിന് പുറമെയുള്ള ഏകോപനം, നീക്കുപോക്കുകൾ, സീറ്റ് ധാരണകൾ എന്നിവ മാത്രമാണ്. UPA എന്ന സഖ്യത്തിന് പുറമെ INDI സഖ്യം എന്ന സംവിധാനം പ്രാവർത്തികമാക്കാൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ 2024 നിന്നും വ്യത്യസ്തമായി ഇടതു പാർട്ടികൾക്കും കോൺഗ്രസിനും വളരെ ശുഷ്കിച്ച സാന്നിധ്യം മാത്രമാണ് 2024 കാണാനാകുന്നത്. കൂടാതെ മറ്റ് പ്രാദേശിക പാർട്ടികൾക്കും കാര്യമായ ശോഷണം സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യത്തിൻ്റെ പ്രായോഗികതയും ദൗർബല്യങ്ങളും സാധ്യതകളെയും ഒക്കെ പറ്റി നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ വിശദമായി പരിശോധിക്കാം. 14ാം ലോക്സഭയുടെ കാലാവധി പൂർത്തിയായി 2009 ഏപ്രിൽ മെയ് മാസങ്ങളിലായി 15ാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നു. 2004 തിരഞ്ഞെടുപ്പിൻ്റെ ഏതാണ്ട് തുടർച്ചയെന്ന പോലെ UPAയും കോൺഗ്രസും നിലമെച്ചപ്പെടുത്തിയപ്പോൾ അദ്വാനിയുടെ നേതൃത്വത്തിൽ തിരഞ്ഞെടുപ്പിനിറങ്ങിയ BJPക്കും ദേശീയ ജനാധിപത്യ സഖ്യത്തിനും വീണ്ടും തിരിച്ചടി നേരിട്ടു. 2004 145 സീറ്റിൽ നിന്നും കോൺഗ്രസ് 206 സീറ്റിലേക്ക് പ്രകടനം മെച്ചപ്പെടുത്തിയപ്പോൾ BJP 138 നിന്നും 116 സീറ്റിലേക്ക് താഴുകയും ചെയ്തു. നമ്മൾ 2004 തിരഞ്ഞെടുപ്പ് അവലോകനത്തിൽ ചൂണ്ടിക്കാട്ടിയ BJPയുടെ
ബിജെപിയുടെ ദൗർബല്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായ തിരഞ്ഞെടുപ്പായിരുന്നു 2009 2004 തിരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം ദേശീയ ജനാധിപത്യ സഖ്യം പല സംസ്ഥാനങ്ങളിലും ശോഷിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞത്. ആന്ധ്രയിൽ നിന്നും തെലുങ്ക് ദേശം പാർട്ടിയും, പശ്ചിമബംഗാളിൽ മമതയുടെ തൃണമൂൽ കോൺഗ്രസും, ഒഡീഷയിൽ ബിജു ജനതാദളും ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ നിന്നും വിട്ടുപോയപ്പോൾ തമിഴ്നാട്ടിൽ ബിജെപിക്ക് DMKയോ അണ്ണാ DMKയോ കൂടെ കൂട്ടാൻ കഴിഞ്ഞിരുന്നില്ല. ബിജെപിക്ക് ലഭിച്ച 18.8% വോട്ടും 116 സീറ്റും അവർക്ക് 1991 ലഭിച്ച 20% വോട്ടിനേക്കാളും 120 സീറ്റിനേക്കാളും താഴെയായിരുന്നു. 2004 പരാജയത്തിന് ശേഷം വാജ്പേയി സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിരമിക്കുകയും BJPയിൽ ഒരു നേതൃത്വ പ്രതിസന്ധി ഉടലെടുക്കുകയും ചെയ്തിരുന്നു. നേരത്തെ നമ്മൾ വിശകലനം ചെയ്തതുപോലെ BJPക്ക് തങ്ങളുടെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങൾക്ക് അപ്പുറം വളരാൻ സാധിക്കാതെ വരികയും സഖ്യകക്ഷികളുടെ ചോർച്ചയും അവരെ ഏറെ പിന്നിലേക്ക് തള്ളിവിടുന്ന ഒരു അവസ്ഥയുണ്ടാക്കി. എന്നാൽ അതേസമയം കോൺഗ്രസ് അവരുടെ നില മെച്ചപ്പെടുത്തുകയും 1991 തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും 200 സീറ്റിന് മുകളിൽ വിജയിക്കുകയും ചെയ്തു. UPAക്ക് 262 സീറ്റുകൾ ലഭിക്കുകയും സമാജ്വാദി പാർട്ടിയും BSPയുമൊക്കെ പുറമേ നിന്ന് പിന്തുണച്ചപ്പോൾ മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിൽ വീണ്ടും സർക്കാർ രൂപീകരിക്കാൻ കോൺഗ്രസിന് സാധിച്ചു. ഈ തെരഞ്ഞെടുപ്പിലെ മറ്റൊരു പ്രധാന സൂചകം ഇടത് പാർട്ടികളുടെ തകർച്ചയായിരുന്നു. 2004 60 സീറ്റുകൾക്ക് മുകളിൽ നേടിയ ഏറ്റവും മികച്ച പ്രകടനത്തിൽ നിന്നും 20 സീറ്റുകളിലേക്ക് കൂപ്പുകുത്തുകയുണ്ടായി. ഇതിൻ്റെ പ്രധാന കാരണം പശ്ചിമ ബംഗാളിലെ തകർച്ചയായിരുന്നു. അതിനുശേഷം ഇടത് പാർട്ടികൾ പിന്നീടുള്ള ഓരോ തിരഞ്ഞെടുപ്പിലും താഴേക്ക് പോകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ഭൂമിക അതിൻ്റെ ഏറ്റവും വലിയ മാറ്റം കണ്ട തിരഞ്ഞെടുപ്പാണ് 2014 16ാം ലോക്സഭയിലേക്ക് നടന്നത്. BJPയുടെയും നരേന്ദ്രമോദിയുടെയും ഉയർച്ചയും കോൺഗ്രസിൻ്റെ തകർച്ചയും കണ്ട 2014 2019 തിരഞ്ഞെടുപ്പ് വിശകലനം നമുക്ക് അടുത്ത വീഡിയോയിൽ പരിശോധിക്കാം. നന്ദി, നമസ്കാരം.